എഡിറ്റേഴ്സ് അവർ മറ്റൊരു വിഷയത്തിലേക്ക് CPIMന്റെ വാലായി നിൽക്കുന്ന CPI പിരിച്ചുവിടുകയാണ് ഉത്തമമെന്ന് കാണിച്ച് CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ C. അച്യുതമേനോൻ അയച്ച കത്ത് റിപ്പോർട്ടർ പുറത്തുവിട്ടു. പാർട്ടി സഹചാരിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ഇന്ത്യന്നൂർ ഗോപിക്ക് അയച്ച കത്തിലാണ് പാർട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വിവാദ പരാമർശമുള്ളത്. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഇല്ലെങ്കിൽ CPI വട്ടപൂജ്യമാണെന്നും കത്തിൽ പരാമർശമുണ്ട്. മരണത്തിന് തൊട്ടുമുമ്പ് 1991 ആഗസ്റ്റ് 7-ന് C. അച്യുതമേനോൻ തന്റെ പ്രിയ സഹചാരിയായിരുന്ന ഇന്ത്യന്നൂർ ഗോപിക്ക് അയച്ച കത്തിലാണ് പാർട്ടിയുടെ ദുരവസ്ഥയെക്കുറിച്ച് തുറന്നെഴുതിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന MP നാരായണ മേനോനും കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാർക്കും സ്മാരകം പണിയുന്നത് അട്ടിമറിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുശുമ്പും CPIയോടുള്ള ശത്രുതയും കൊണ്ടാണെന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത്. മുൻപും പല നല്ല പ്രൊജക്ടുകളെയും മാർക്സിസ്റ്റ് പാർട്ടി തകർത്തിട്ടുണ്ട്. ഇത് CPI നേതൃത്വത്തിന് അറിയില്ലെങ്കിലും നാട്ടുകാർക്ക് നന്നായി അറിയാമെന്ന് അച്യുതമേനോൻ പറയുന്നു. 91-ലെ തോൽവിക്ക് കാരണം ഇതൊക്കെയാണ്. ഭരണം മാർക്സിസ്റ്റ് പാർട്ടി കമ്മിറ്റികളും സെല്ലുകളുടേതുമായിരുന്നു. AKG സെന്റർ കേന്ദ്രീകരിച്ചാണ് ഭരണം നടക്കുന്നത്. ഇത് സാധാരണക്കാർ സഹിക്കില്ല. നാട്ടുകാർക്ക് CPI നേതാക്കളെ പോലെ ഗതികേടില്ലെന്നും കത്ത് വിമർശിക്കുന്നു. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഇല്ലെങ്കിൽ CPI വട്ടപൂജ്യമാണെന്ന കടുത്ത വിമർശനവും കത്തിലുണ്ട്. ഇക്കണക്കിനാണെങ്കിൽ CPI പിരിച്ചുവിടുന്നതാണ് ഉത്തമമെന്നും അച്യുതമേനോൻ വ്യക്തമാക്കുന്നു. CPMനാണ് ഭാവിയെന്ന് വിമർശിക്കുന്നവർക്ക് അതിൽ പോയി രക്ഷപ്പെടാമെന്നും താനിനി മറ്റൊരു പാർട്ടിയിലേക്കില്ലെന്നും അച്യുതമേനോൻ പറയുന്നുണ്ട്. കട്ടളശ്ശേരി സ്മാരകത്തിന് മാത്രമായി ശ്രമിക്കേണ്ടെന്നും ഹിന്ദു നേതാവിനും മുസ്ലിം നേതാവിനും ഒരു കാര്യത്തിന് വേറെ സ്മാരകം സ്ഥാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിക്കരുതെന്നും കത്തിൽ പരാമർശിക്കുന്നു. കോൺഗ്രസ് നേതാവ് കരുണാകരനെതിരെയും കത്തിൽ വിമർശനമുണ്ട്. ജില്ലാ കൗൺസിൽ പ്രശ്നത്തിൽ കരുണാകരൻ രാഷ്ട്രീയ കളി നടത്തുകയാണെന്നാണ് ആരോപണം. EMSനെ മോശമായി പരാമർശിക്കുന്നു എന്ന പേരിൽ അച്യുതമേനോനെക്കുറിച്ച് തെക്കുംഭാഗം മോഹനൻ രചിച്ച പുസ്തകം CPI നിയന്ത്രണത്തിലുള്ള പ്രഭാത ബുക്ക് ഹൗസ് അച്ചടിച്ച ശേഷം പിൻവലിച്ചത് വിവാദമായ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തുവന്ന കത്ത് ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകും. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്. ചർച്ചയിൽ ശ്രീ തെക്കുംഭാഗം മോഹൻ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്ന്, അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്. ആദ്യം ശ്രീ ജയശങ്കർ, C. അച്യുതമേനോനെ കുറിച്ചുള്ള പുസ്തകം CPIയെ ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത് അതിൽ EMSനെ വിമർശിച്ചുള്ള പരാമർശമുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രമാണ്? അല്ല, EMSും അച്യുതമേനോനും ജീവിച്ചിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം 1957-59 വരെ EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്യുതമേനോൻ ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നീട് 1969 അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ EMS പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സമയത്ത് CPI CPM പാർട്ടികൾ തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിൽക്കാലത്ത് RSSകാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ഏറ്റുമുട്ടിയ പോലെ CPI CPM സംഘടനകൾ തുടർക്കഥയായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. ദൈനംദിനാടിസ്ഥാനത്തിൽ ലാത്തി ചാർജ്, കണ്ണീർവാതക പ്രയോഗം, വെടിവെപ്പ് എല്ലാം നടന്നിരുന്ന വളരെ പൊളിറ്റിക്കൽ ടർബുലൻസ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത്. അതിനുശേഷമാണ് 1979 ഈ രണ്ട് പാർട്ടികളും ഒരു മുന്നണിയിൽ വരുന്നു. പിന്നീട് ശ്രീ അച്യുതമേനോൻ 1991 മരിക്കുന്നു. അച്യുതമേനോൻ ഈ കാര്യങ്ങളെയൊക്കെ വളരെ വിമർശനാത്മകമായ രീതിയിൽ സമീപിച്ചിരുന്ന ആളാണ്. പ്രത്യേകിച്ച് ജീവിത അന്ത്യകാലത്ത് അദ്ദേഹം പാർട്ടിയുടെ പല നയപരിപാടികളെയും പരസ്യമായിട്ട് തന്നെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്ന 1991 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്യുതമേനോൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വിഷയത്തെക്കുറിച്ച് കലാകൗമുദി വാരികയിൽ വളരെ സുദീർഘമായ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പല പരാധീനതകളെയും ചൂണ്ടിക്കാണിച്ചു. ആ കൂട്ടത്തിൽ ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന്, CPI നേതാക്കളായ KP പ്രഭാകരൻ്റെ മകൻ KP രാജേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അതുപോലെ മുൻ MLA ആയിരുന്ന ശിവൻപിള്ളയുടെ മകൻ രാജു പറവൂരിൽ നിന്ന് മത്സരിച്ചു. സാക്ഷാൽ EMS നമ്പൂരിപ്പാടിൻ്റെ മകൻ EM ശ്രീധരൻ ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ഇടതുപക്ഷ പാർട്ടികൾ മക്കൾ രാഷ്ട്രീയത്തെ എതിർക്കുന്നു, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഇത് വലിയൊരു വിരോധാഭാസമാണെന്ന് അച്യുതമേനോൻ ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ EJ വിജയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു, അവരെ നാടാർ സമുദായക്കാരിയാണ് എന്ന് ഏക കാരണം പറഞ്ഞ് അവരെ സ്ഥാനാർത്ഥിയാക്കി. ഇതിനെയൊക്കെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചു. അന്ന് പാർട്ടിക്ക് വലിയ മനപ്രയാസമുണ്ടാക്കിയ സംഭവങ്ങളാണിത്. പിന്നീട് അച്യുതമേനോൻ്റെ മരണശേഷം പുറത്തിറങ്ങിയ രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് ശ്രീ തെക്കുംഭാഗം മോഹൻ തന്നെ എഴുതിയ അച്യുതമേനോൻ മുഖംമൂടിയില്ലാതെ എന്ന പുസ്തകമാണ്. മറ്റത് അച്യുതമേനോൻ KVK വാര്യർ എന്ന് പറഞ്ഞ പഴയ ഇരിങ്ങാലക്കുട MLAക്ക് അയച്ച 33 കത്തുകളുടെ സമാഹാരമാണ്. ഈ പുസ്തകങ്ങൾ രണ്ടിലും അച്യുതമേനോൻ്റെ കത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അച്യുതമേനോൻ വളരെ പരസ്യമായിട്ടും രൂക്ഷമായിട്ടും CPI നേതൃത്വത്തെ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ EMS അടക്കമുള്ള മാർക്സിസ്റ്റ് നേതാക്കന്മാരെയും കരുണാകരൻ, AK ആന്റണി അടക്കമുള്ള കോൺഗ്രസ്സുകാരെയൊക്കെ അദ്ദേഹം വളരെ വിമർശനാത്മകമായിട്ടാണ് സമീപിക്കുന്നത്. ശ്രീ തെക്കുംഭാഗം മോഹൻ, താങ്കളുടെ പ്രഭാത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അച്യുതമേനോൻ ഈ കത്തിൽ ഉന്നയിച്ചതുപോലെയുള്ള വിമർശനങ്ങൾ, അതായത് CPI എന്ന പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, അത് CPIMന്റെ വാലാകുന്നു എന്ന ഗതികേടാണ് തുടങ്ങിയതുപോലെയുള്ള വിമർശനങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടോ?
എൻ്റെ ഈ പുസ്തകം ജനാധിപത്യ കേരളത്തിൽ അച്യുത മേനോൻ എന്ന പുസ്തകം ഈ CPIക്കെതിരെ ഒരു വിമർശനമൊന്നും നടത്തുന്നില്ല. 1969 മുതൽ 1977 വരെയുള്ള രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ ഒരുപക്ഷെ EMSനെയും മറ്റ് AKGയെയും ഗൗരിയമ്മയും ഒക്കെ അന്ന് പ്രതിപക്ഷ നിരകളിലെ വൻകിട താരങ്ങളായിരുന്നു. അവരെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതിനപ്പുറം ഈ പുസ്തകത്തിൽ കാര്യമായ വിമർശനങ്ങളൊന്നുമില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഭീകരത മുഖം ദൃശ്യമായ ചെറിയ സാങ്കേതിക തകരാറുണ്ട്, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രഭാത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട എന്ന് CPI നേതൃത്വത്തിന് തോന്നുമ്പോൾ ഇവിടെ അച്യുത മേനോന്റെ കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ CPIഎമ്മിൻ്റെ വാലായി നിൽക്കുന്ന ഒരു പാർട്ടി നേതാക്കളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഗതികേട് രക്ഷപ്പെടില്ല ഈ ചേർന്ന് നിന്നില്ലെങ്കിൽ എന്ന പ്രശ്നം ഇതൊക്കെ തന്നെയാണോ കാരണം? അല്ല, അച്യുത മേനോൻ ഈ കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ KVK വാര്യർക്ക് അയച്ച ഒരു കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് CPI എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു ഭാവിയുമില്ല, ഈ പാർട്ടി ഗുണം പിടിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഈ കാര്യം PKVയുടെയും അതുപോലെ തന്നെ VV രാഘവൻ്റെയും, VV രാഘവൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയായിരുന്നു, CPI നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. അച്യുതമേനോൻ പറയുകയാണ്, ഞാനത് VV രാഘവനോടും PKVയോടും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ ഒരുപാടുണ്ട്. പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ ഇവർ തയ്യാറില്ല. ഇന്നത്തെ ലോകത്തിൽ പരിസ്ഥിതി പ്രശ്നം വമ്പിച്ച പ്രശ്നമാണ് എങ്കിൽ CPI നേതാക്കൾക്ക് അതേപ്പറ്റി ഒരു അവബോധവുമില്ല. സൈലൻറ്റ് വാലി പ്രക്ഷോഭത്തെ CPI നേതാക്കൾ ബ്രാക്കറ്റിൽ CPMകാരും എതിർത്തവരല്ലേ? ഇന്ദിരാഗാന്ധിയാണ് സൈലൻറ്റ് വാലി രക്ഷിച്ചത്. PS ശ്രീനിവാസൻ്റെ കുപ്രസിദ്ധമായ ആനപ്പൂരവും മറ്റും എത്ര പരിഹാസ്യമാണ്. PS ശ്രീനിവാസൻ അന്ന് റവന്യൂ മന്ത്രിയായിരുന്നു ഈ നായനാരുടെ രണ്ടാമത്തെ മന്ത്രിസഭയിൽ. അദ്ദേഹത്തിനായിരുന്നു ടൂറിസം വകുപ്പിൻ്റെ ചാർജ്. തൃശ്ശൂർ വെച്ച് വലിയ ടൂറിസം മേള എന്ന പേരിൽ വലിയൊരു പൂരം സംഘടിപ്പിച്ചു. അതിനൊക്കെ അച്യുതമേനോൻ പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എതിരഭിപ്രായങ്ങൾ. ഇതിൽ മൗലികമായ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഈ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിൻ്റെ പേരിൽ ബഠിണ്ഡ കോൺഗ്രസിന് ശേഷം CPIയുമായി അല്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടായിരുന്നു? ആ കാര്യം അച്യുതമേനോൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ വളരെ സ്പഷ്ടമായിട്ടുണ്ട്. കറണ്ട് ബുക്സ്, തൃശ്ശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച അച്യുതമേനോൻ്റെ ഡയറി കുറിപ്പുകൾ വായിച്ചാൽ നമുക്കറിയാം. അച്യുതമേനോൻ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചത് തെറ്റായിപ്പോയി എന്ന സമീപനക്കാരനായിരുന്നു. ഇടതുപക്ഷ പുനരേകീകരണം ആവശ്യമാണ്, CPMുമായി യോജിച്ച് പ്രവർത്തിക്കണം, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു. അല്ലാണ്ട് ഡാങ്കേസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നില്ല. അദ്ദേഹം ഡാങ്കയുടെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് തള്ളി പറയുന്നത് ആ പുസ്തകത്തിൽ, അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല, അതിൽ വളരെ ഖണ്ഡിതമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും CPMനോ അല്ലെങ്കിൽ നമ്പൂരിപ്പാടിനോ എതിരായിരുന്നില്ല. മറിച്ച് ഈ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കുന്നതിൽ വരുന്ന വീഴ്ചകളെക്കുറിച്ചാണ്. അതിൽ തന്നെ അദ്ദേഹം പിന്നെ മൗലികമായിട്ടൊരു വ്യത്യാസമുള്ളത്, അവസാന കാലത്ത് അച്യുതമേനോൻ മഹാത്മാഗാന്ധിയെ റീഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗാന്ധിജി അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാഗാന്ധിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര ഉയർന്ന സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോഴും ഞാൻ വളരെ ആദരവോടുകൂടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ സമീപനം ആ രീതിയിലായിരുന്നു. എന്നിട്ട് KVK വാര്യരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗാന്ധിയും ഇസവും എന്ന നമ്പൂരിപ്പാടിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? മഹാത്മാഗാന്ധി ഇത്രയും യാന്ത്രികമായി സമീപിക്കുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചും അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ പുനരുദ്ധാരണ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആദർശപരമായിട്ടുള്ള ഒരു ചായ്വ്, ഗാന്ധിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചായ്വ് ഇതിൽ വളരെ വളരെ പ്രകടമാണ്. 87-91 കാലത്ത് എഴുതിയ കത്തുകളാണ് വാര്യർ. തീർച്ചയായും ദീർഘകാലം തുടർച്ചയായി 7 വർഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം അതിനുശേഷമുള്ള രാഷ്ട്രീയ ജീവിതത്തിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ. അങ്ങനെ അധികാര രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കെ തന്നെ അധികാര രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതിന് ശേഷം അച്യുതമേനോൻ ഇത്തരത്തിലുള്ള നിലപാടുകൾ, ഇത്തരത്തിലുള്ള ആത്മവിമർശനം അല്ലെങ്കിൽ പാർട്ടിയുടെ വിമർശനം നടത്തുകയാണ്. പാർട്ടി അതിനെ എങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്? സത്യത്തിൽ അച്യുതമേനോൻ ജീവിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇന്നത്തെ പോലെ C ദിവാകരനെ പോലെ പന്നീൻ രവീന്ദ്രനെ പോലുള്ള ആളുകളായിരുന്നില്ല അന്ന് പാർട്ടി നയിച്ചിരുന്നത്. NE ബലറാമിനെ പോലെ അത്യുന്നതനായ നേതാക്കന്മാരായിരുന്നു. NE ബലറാം, PK വാസുദേവൻ നായർ, വെളിയം ഭാർഗവൻ, ഇങ്ങനെയുള്ള പ്രതിഭാധനരായ നേതാക്കന്മാരുടെ കാലത്താണ് അച്യുതമേനോൻ ഇങ്ങനെയുള്ള വിമർശനം നടത്തിയെന്ന് ആലോചിക്കണം. VV രാഘവനെ പോലെ ഇത്രയും നിസ്വാർത്ഥരായ നേതാക്കന്മാർ. PS ശ്രീനിവാസൻ ചെറിയ ആളൊന്നുമല്ല, വലിയ ഭരണകർത്താവായിരുന്നു. അദ്ദേഹത്തിനൊക്കെ പാളിച്ചകൾ പറ്റിയെന്ന് പറയുമ്പോൾ പോലും വളരെ ശക്തരായ നേതാക്കന്മാരുള്ള ഒരു കാലത്താണ് അച്യുതമേനോൻ ഇങ്ങനെയുള്ള വിയോജിപ്പുകൾ പുറപ്പെടുവിച്ചത്. പക്ഷേ അച്യുതമേനോൻ അത്ര വലിയ നേതാവായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ പറ്റിയോ ആർക്കും ഒരു സംശയമില്ലായിരുന്നതുകൊണ്ടും പാർട്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകയും സ്വാംശീകരിക്കുകയും ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. PK വാസുദേവൻ നായർ ഒരിക്കലും
അച്യുതമേനോനായിട്ട് കൺഫ്രണ്ട് ചെയ്യുകയോ അച്യുതമേനോന് വിവരമില്ല അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും അച്യുതമേനെ ആദരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അച്യുതമേനെ ഇന്ന ദിവസം വരെ ബഹുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ KP പ്രഭാകരനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രഭാകരനെ പോലൊരാളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അച്യുതമേനോൻ പറയുന്നുണ്ട് പ്രഭാകരൻ എത്രയോ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ആളാണ്. 1954-ലും 57-ലും ചേർപ്പ് മണ്ഡലത്തിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിന് നിരാക്ഷേപമായിട്ട് ജയിക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ട് പോലും വിജയസാധ്യതയുള്ള ആ സീറ്റ് അദ്ദേഹം ജോസഫ് മുണ്ടശ്ശേരിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കിത് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്യുതമേനോൻ ഇങ്ങനെ നേതാക്കന്മാരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ സൈദ്ധാന്തികമായിട്ടോ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറഞ്ഞ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടിരുന്നു. EMSനെ വിമർശിക്കുമ്പോൾ പോലും EMSൻ്റെ എല്ലാ മേന്മകളും അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. EMSന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടക്കേട് കൊണ്ട് വിമർശിക്കുന്നതല്ല. നേരെ മറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് EMSനോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാം. അച്യുതമേനോൻ മരിച്ചതിന് ശേഷം EMS അച്യുതമേനോൻ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, അത് വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം EMS എത്ര മിടുക്കനാണെന്ന് സ്വയം തെളിയിക്കാനും അച്യുതമേനോൻ എത്ര മോശക്കാരനാണെന്ന് സ്ഥാപിക്കാനും ഉള്ള ഒരു ശ്രമമാണ് നിർഭാഗ്യവശാൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ CPIയെ കുറിച്ച് നമ്മൾ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണെങ്കിൽ CPIക്ക് ഭാവിയില്ല എന്ന നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ ഇങ്ങനെ CPI തുടരുന്നതിൽ അർത്ഥമില്ല, ഇതിൽ ഭേദം ഈ പാർട്ടി പിരിച്ചുവിടുകയാണെന്ന അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ CPI എന്ന ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇനി സാധ്യതകളില്ലാതെ ആകുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തിന്. അല്ല, അദ്ദേഹം പറയുന്നത് CPI അത് ഉൾക്കൊള്ളേണ്ടിയിരുന്ന തത്വങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു, അതിൻ്റെ സ്വതന്ത്രമായ വ്യക്തിത്വം അടിയറ വയ്ക്കുന്നു, CPMൻ്റെ എറാൻ മൂളികളായി മാറിയിരിക്കുന്നു, ഏതാണ്ട് ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ CPI പിരിച്ചുവിടണം എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിലല്ല, CPI ഗാന്ധിജി കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ രീതിയിലല്ല. നേരെ മറിച്ച് CPI പോലുള്ളൊരു പാർട്ടിയുടെ സ്വതന്ത്രമായ വ്യക്തിത്വം അസ്തിത്വം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാകുന്നത്. CPMന് കപ്പം കൊടുത്ത് കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് പാർട്ടി പോകുന്നത് എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അത് ഏറെക്കുറെ സത്യമായിട്ട് തന്നെ ഭാവിക്കുകയും ചെയ്തു. അന്ന് കുടിയാന്മാരെ ജന്മി കുടിയാൻ ബന്ധമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് തൊഴിലാളി എന്താണ് ഉടമ കുടിയാൻ ബന്ധമായിട്ട് മാറി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അതായത് CPIMന് ഒരു അസ്വസ്ഥത ഉണ്ടാകേണ്ട, അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാകേണ്ട എന്നതാണോ ഈ പറഞ്ഞ തെക്കുംഭാഗം മോഹൻ്റെ പുസ്തകത്തിൻ്റെ പ്രശ്നം? എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ CPMകാരെ സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. CPIക്കാരും CPMകാരും തമ്മിൽ പല കാര്യങ്ങളിലും എതിരഭിപ്രായങ്ങളുണ്ട്. അത് അച്യുതമേനോൻ്റെ കാലത്ത് ഇന്ന രീതിയിലുള്ള എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നൊന്നും അച്യുതമേനോൻ EMSനെ കുറിച്ച് ഇന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുലർത്തിയിരുന്നതെന്നും അറിയാത്ത ആളുകളൊന്നുമല്ല CPMലുള്ളതും CPIയിലുള്ളതും. അതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യം. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ എന്നെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് അറിയാവുന്നവരാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ, അവരൊക്കെ കുറേ കൂടി സീനിയറാണ്. അതുകൊണ്ടൊന്നുമല്ല, ഇത് എന്തോ ചില വ്യക്തികളുടെ ബാലിശമായി ഈഗോ ക്ലാഷ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും പാർട്ടി നടപടിക്ക് വിധേയനായി തരംതാഴ്ത്തപ്പെട്ട C ദിവാകരനാണ് ഈ പ്രഭാത് പബ്ലിഷിംഗ് ഹൗസിൻ്റെ പ്രധാന ചുമതലക്കാരൻ എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു കാരണമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് സത്യത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അച്യുതമേനോൻ്റെ പുസ്തകം പ്രഭാത് പബ്ലിഷിംഗ് ഹൗസ് അല്ലാതെ പിന്നെ ആരാണ് പ്രസിദ്ധീകരിക്കുക? എന്തൊരു കഷ്ടമാണിത്. റൈറ്റ്. ശ്രീ തെക്കുംഭാഗം മോഹൻ, എന്തുകൊണ്ടാണ് CPIയിൽ ആ പുസ്തകത്തെക്കുറിച്ച് ഇത് പാർട്ടിയുടെ പബ്ലിഷിംഗ് ഹൗസ് വഴി വിതരണം ചെയ്യേണ്ടതല്ല എന്ന തോന്നൽ വന്നത്? അത് ഇപ്പോഴല്ല, ഇത് പണ്ട് തൊട്ടേ അച്യുതമേനോൻ്റെ കാലം തൊട്ടേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ഈ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രഭാത് എന്നും കച്ചവട താല്പര്യങ്ങളെ മാത്രം മാനിച്ച ഒരു പ്രസിദ്ധീകരണ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അച്യുതമേനോൻ എനിക്കൊരു കത്തെഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രഭാതിൻ്റെ മൊത്തം കുറ്റകറ്റങ്ങൾ. ഒരിക്കൽ പവനൻ്റെ ഒരു പുസ്തകം ഈ അച്യുതമേനോൻ, അന്ന് ഡയറക്ടറാണ് അച്യുതമേനോൻ മെമ്പറാണ്, അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് പവനൻ്റെ പുസ്തകം കൊടുത്തു. ഒക്ടോബർ വിപ്ലവം മലയാള സാഹിത്യത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നൊരു ഇതാണ് കൊടുത്തത്. ആ കൊടുത്ത സാഹചര്യത്തിൽ അത് ഈ പബ്ലിഷ് ചെയ്തില്ല. അത് ആ സമയത്ത് തന്നെ പിന്നെ എൻ്റെ ഒരു കൂത്താട്ടുകുളത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിപ്പിച്ച് അതും കൊടുത്തു. അന്ന് കൊളാടി കൂന്നൻകുട്ടിയാണ് പ്രസിദ്ധീകരണത്തിൻ്റെ വിഭാഗം നോക്കുന്നത്. ആ കൊളാടി കൂന്നൻകുട്ടിക്ക് ഇതൊന്നും പരിശീലിക്കാൻ നേരമില്ല. അദ്ദേഹത്തിൻ്റെ എഴുതിയ രാമായണങ്ങൾ ഇങ്ങനെ ഓരോ ആഴ്ചയിലും പ്രഭാത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൊക്കെ മനംനൊന്ത് കഴിയുന്ന വേളയായിരുന്നു. അച്യുതനും പലതവണയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ഞാൻ പ്രഭാതമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പിന്നെ വന്നിട്ടാണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ഈ പുസ്തകം ഞാൻ വായിക്കാൻ കൊടുക്കുകയും, പുസ്തകം വായിക്കാൻ 30 കൊല്ലം മുമ്പ് എഴുതിയ സമയത്ത് ഇത് പുസ്തകം വായിക്കാൻ കൊടുത്തു. അത് പ്രസിദ്ധീകരിക്കാനല്ല വായിക്കാൻ കൊടുത്തത്,
വായിക്കാൻ കൊടുത്തപ്പോൾ ഇത് ഇത്ര മനോഹരമായിരിക്കുന്നല്ലോ മോഹൻ, ഇത് ചരിത്രമാണ്, ഇതെന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല, നമുക്ക് താഴെ ഇത് പ്രസിദ്ധീകരിക്കാം, നിങ്ങൾ അറിയണ്ട, ഞാനിത് പ്രഭാതി കൊടുത്ത് പ്രസിദ്ധീകരിപ്പിക്കും. ഞാൻ പറഞ്ഞു എന്തോ വേണമെന്ന് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഒരു അവതാരിക എങ്കിൽ എഴുതുക. അപ്പം പറഞ്ഞു ഇതിന് അച്യുതമേനോന് അവതാരിക എഴുതാൻ ഞാൻ പ്രാപ്തനല്ല, അദ്ദേഹത്തിൻ്റെ മകൻ രാമൻകുട്ടിയെയാണ് ഇതിന് ശരിക്കും നിങ്ങൾ നിയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ രാമൻകുട്ടിയെ ചെന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ അവതാരിക. പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്യാൻ നിശ്ചയിച്ചു. കരുനാഗപ്പള്ളിയിലെ ഒരു വലിയ ചടങ്ങിൽ ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ഒരു 10-16 ഇപ്പം ഈ നമ്മുടെ നാട്ടിലൊരു പ്രവണതയുണ്ട്, ഈ പെൻഷനാകുന്ന സർക്കാർ ജീവനക്കാരെല്ലാം ഈ സാഹിത്യകാരന്മാരാവുക, എന്നിട്ട് പൈസ കൊടുത്ത് പ്രസിദ്ധീകരിക്കുക. അങ്ങനെയുള്ള ഒരു 10-16 പ്രസിദ്ധീകരണങ്ങളുടെ ഇടയിലാണ് ഈ ഒരു പുസ്തകം കൊണ്ടുവന്നത്. അപ്പം ഞാൻ എതിർത്തു. ഞാൻ പറഞ്ഞു പന്ന്യൻ രവീന്ദ്രൻ ഇതിൽ പ്രകാശന കർമ്മം നിർവഹിക്കണം. പന്ന്യൻ രവീന്ദ്രൻ്റെ പേര് കേട്ടതോടെ മറ്റേ അദ്ദേഹം ഈ ചെയർമാൻ അതെന്താണ് ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒരു കാരണം പറഞ്ഞു. ഈ പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയാണ് നോട്ടീസ് തയ്യാറാക്കിയത്. അന്നേരം ഒരു കാരണം പറഞ്ഞു, ഈ രാജഗോപാലിനെ വിളിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു പന്ന്യൻ രവീന്ദ്രനാണ് പറഞ്ഞത്. അതെന്താ പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് കാരണങ്ങൾ ഉണ്ടാക്കി ഒരുവിധം. അന്നേരം അവിടെ വെച്ച് പറഞ്ഞില്ല, കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ 3-ാമത്തെ ദിവസമാണ് ഈ തിരുവനന്തപുരത്ത് വെച്ച് പറയുന്നത് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇത് ഇടതുപക്ഷ മുന്നണിയുടെ അഭിപ്രായത്തിന് കോട്ടം തട്ടുന്നതാണ്, ഇടതുപക്ഷ മുന്നണിക്ക് വലിയ കോട്ടം തട്ടും, അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് ഈ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് കവർ വലിച്ചു കീറി കളഞ്ഞിട്ട് ഒരു വെള്ള പേപ്പർ ഇട്ട് ഒട്ടിച്ച് അത് ഞാൻ ഈ തരികയാണ് ചെയ്ത് രണ്ടേ കോപ്പിയായിട്ട് തന്നത്. ബാക്കി എല്ലാ പുസ്തകവും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് പ്രസിദ്ധീകരിക്കാൻ തടസ്സം എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, സി ദിവാകരനും പന്ന്യൻ രവീന്ദ്രനും തമ്മിലുള്ള യുദ്ധമാണ്, പോരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ പറയുന്ന CPM CPI ആശയഭിന്നത അല്ലെങ്കിൽ EMSനെ കുറിച്ചുള്ള വിമർശനം അതായിരുന്നില്ല ഘടകം, മറിച്ച് സി ദിവാകരന് തോന്നിയ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഈ പുസ്തകം അതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. വായിച്ചിട്ടില്ല. അതെ, അത് മറ്റേ പുസ്തകത്തിന്റെ ഉള്ളടക്കം ആരും വായിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ആകെ 3 പേരെ വായിച്ചിട്ടുള്ളൂ. ഒന്ന് പന്ന്യൻ, ഒന്ന് അച്യുതമേനോൻ, ഒന്ന് രാമൻകുട്ടി, ഡോക്ടർ രാമൻകുട്ടി. ഈ 3 പേരെ അത് വായിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈവൻ പ്രഭാത് ബുക്കിൽ തന്നെ ഇത് കൊടുത്തപ്പോൾ അവരുടെ ഒരു പത്രാധിപർ സമിതിയിൽ ഒരു അംഗമുണ്ട്, വനിതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കയ്യെഴുത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആ വനിത ഒരു ലംബ ചവട പിന്നെ ഒരു നീളമുള്ള കടലാസിൽ കുറേ കുറിപ്പുകൾ കൊടുത്തയച്ചു. ഇത് വായിച്ചു നോക്കിയപ്പോൾ ചിരി വന്നു. കാരണം കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും ഒരു വകയും ചുക്കു അറിഞ്ഞുകൂടാത്ത സ്ത്രീ CPIയുടെ ചില പരാമർശങ്ങൾ, അതൊക്കെ ഞാൻ CPIയുടെ പരാമർശങ്ങൾ ഒഴിവാക്കി മറ്റേതിന് വിശദീകരണം കൊടുത്തു. അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പം പിന്നെ ഇതൊന്നുമല്ല കാരണം പിന്നെ അവരുണ്ടാക്കിയതാണ്. ഒന്ന് BJP നേതാവിനെ വിളിച്ചു, പിന്നെ മറ്റേത് വരുന്നു, ഇത് മുൻപ് വരുന്നു, ഇത് എന്ന് പറയുന്ന കാരണം അവരുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇത് പിന്നെ പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവാത്തത്. കാരണം വായിച്ച് മുമ്പ് ഇവിടെ ഒരാൾ കഴിഞ്ഞ തവണ ഒരു ചാനലിൽ ചർച്ചയിൽ പറയുന്നു, ഇത് മുമ്പേ പ്രസിദ്ധീകരിച്ചതാണ്, 10-30 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്, അതിപ്പോൾ പൊടിതട്ടിയെടുത്ത് പ്രഭാതും മോഹനും കൂടെ ചേർന്നുള്ള ഒരു കമ്പനിയുടെ ഒരു തട്ടിപ്പാണ്, വിലക്കാണ്. അത് ആ മനുഷ്യൻ്റെ സ്വഭാവമായിരിക്കാം. പക്ഷേ ഇത് 30 കൊല്ലവും ഈ പുസ്തകം എൻ്റെ വീട്ടിലെ അടുക്കളയിലിരിക്കുകയായിരുന്നു, ഭരണത്തിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആക്രിക്ക് പറക്കി കൊടുത്ത പെണ്ണുമ്പിള്ള അത് ബണ്ടിൽ കണ്ട് അത് ഞാൻ ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഇത് പന്ന്യൻ രവീന്ദ്രൻ്റെ കയ്യിൽ പോയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വായിക്കുക? തീർച്ചയായും താങ്കളുടെ ആ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെയൊക്കെയാണ് CPIയിലെ കാര്യങ്ങൾ. അത് ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ മോശവും. എന്നാലും ഒരു കാര്യം പറയാം, എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം MN സുഗതൻ, അച്യുതമേനോൻ ഇവരാ ഞങ്ങളുടെ നേതാക്കൾ എന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കൾ പന്ന്യൻ രവീന്ദ്രൻ, സി ദിവാകരൻ ഇവരാ ഞങ്ങളുടെ നേതാക്കൾ എന്നുള്ളതാണ്. കൂടുതൽ പറയണ്ടല്ലോ. തീർച്ചയായും വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ തെക്കുംഭാഗം മോഹൻ.